സബ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അടുത്ത വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ് കഫ് ചലഞ്ച്. എന്താണ് യെസ്, ഇന്നത്തെ ചലഞ്ചാണ് ഹാൻഡ് കഫ് ചലഞ്ച്. ഹാൻഡ് കഫ് ചലഞ്ച് എന്ന് പറയുമ്പോൾ ഹാൻഡ് കഫ് നമ്മുടെ ആ വിലങ്ങ് ഞങ്ങൾ 3 പേരും കൂടി എടി നമ്മൾ മറ്റേ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോഴുന്ന വിലങ്ങില്ലേ, ഓക്കെ. അപ്പൊ ഈ ഹാൻഡ് കഫ് ഞങ്ങൾ ഇന്ന് 3 പേരും ഒരുമിച്ച് ധരിച്ച് ഇന്നത്തെ ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യും. അതായത് ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ ഹാൻഡ് കഫ് നമ്മൾ 3 പേരും ധരിച്ച ശേഷം അത് ഊരാൻ പറ്റത്തില്ല. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അത് ഊരാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ഈ ഹാൻഡ് കഫ് ഞങ്ങൾ 3 പേരും ഒരുമിച്ചിട്ട് ഇന്നത്തെ ഡേ മൊത്തം സ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് വൈ വി കോൾ ഹാൻഡ് കഫ് ചലഞ്ച്. അപ്പൊ നമുക്ക് ഇട്ടല്ലോ ഹാൻഡ് കഫ്. ആദ്യം അവളുടെ അടുത്തിട്ട് ആദ്യം അവളുടെ എടുത്തിട്ടു. ശരി, ഒന്ന് പിടിച്ചോ, പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, ഇതാണ് ഇന്നത്തെ പാറുവിന്റെ അവസ്ഥ. മനസ്സിലായി? സംഭവം കൊള്ളാൻ കേട്ടെ. പക്ഷെ ഇത് പാറുവിന് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് നമ്മള് കൂട്ടി ഹാൻഡ് കഫ് ഇട്ടത്. അല്ല, എനിക്കും വേണം. എനിക്ക് ചുവപ്പ് വേണം. ചുവപ്പ് നീലി. ഓക്കെ, ചുവപ്പ് നീലി ഇപ്പൊ തരാം. പാറുവിന് ഇഷ്ടപ്പെട്ട ഹാൻഡ് കഫ് ഇത്. പാറുവിന്റെ ഹാൻഡ് കഫ്. ഇനി ഇവനുള്ള ഹാൻഡ് കഫ് ഞാൻ കൊടുക്കട്ടെ. ചുവപ്പ് നീലി. 1 2 3 മറ്റേ റെഡ് റിബൺ. റെഡ് അല്ലടാ, മറ്റേ റെയിൻബോ കളർ തരാം. ഇതാണ് ഹാൻഡ് കഫ്. ഇതാണ് റിയൽ ഹാൻഡ് കഫ്. ഓക്കെ, ഒരുമാതിരി പരിപാടി. ഇവൻ തുടങ്ങിയല്ലേ. തന്റെ വലത്തെ കൈയാണല്ലോ ഇത്. ഈശ്വര, ഇതിപ്പോ രണ്ടിനിടെ ഞാൻ പെട്ടിട്ടുണ്ടല്ലോ പറയുമ്പോ. മോളോട്ട് നോക്കി, മോളോട്ട് അങ്ങോട്ട് പോകും. അങ്ങോട്ട് ചൂണ്ട്, അങ്ങോട്ട് ചൂണ്ടിടാ. അതല്ല, ഇപ്പുറത്തെ കൈ വെച്ച് ചൂണ്ടിടാ. അതായത് നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോണം. മനസ്സിലായി കാണുമല്ലോ. എനിക്ക് സ്റ്റീലിന്റെ അല്ലേ. ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാ നമുക്ക് ആരംഭിക്കാം. ഹാൻഡ് കഫ് ചലഞ്ച്. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചാലും കഴിക്കുക. നമ്മള് ഫുഡ് കഴിക്കുമ്പോ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനം ഫുഡ്. നമ്മൾ ആ സമയത്ത് നമ്മൾ ആരും ശല്യപ്പെടുത്തും. അതാണ് നമ്മൾ ഇഷ്ടമാണ് ബാള്. പിന്നെ അവിടെ തന്നെ വന്നല്ലേ. ഇപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇവൻ ഇപ്പോഴേ തുടങ്ങി കേട്ടാ. മര്യാദക്ക് പോവാം. ഒത്തൊരുമ കൈ ആട്ടി ഓ ഗൈസ്, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് പാടാ. അപ്പുറത്ത് ഗൈസ്. അപ്പൊ ഇതിപ്പോ നോക്കിയേ, ഞാൻ ഇങ്ങോട്ട് റിസോർട്ടിലോട്ട് വന്നപ്പോ ചെരുപ്പ് എടുക്കാൻ പോകുന്നു. ഷൂ ഉണ്ടായിരുന്നു. ഈ കളത്തിനൊപ്പം ചേരുന്നല്ലോ, പുറത്തൊക്കെ പോകാനുള്ളതാ. ഞാൻ നല്ല അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആദ്യം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് കുറച്ചല്ല ഒരു ചെരുപ്പ്. എനിക്ക് വേറെ ചോക്ലേറ്റ്സ്. ഓക്കെ, അതിന്റെ ഇടയിൽ നമ്മൾ ചോക്ലേറ്റും നമ്മൾ മേടിക്കാൻ പോകുന്നതായിരിക്കും. കൈ ഒന്ന് താക്കും. ഞാൻ ഡ്രസ് ഒന്നും അതെനിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ചെരുപ്പ് എനിക്ക് വേണ്ട, ഞാൻ ആ സൈഡിൽ പോയിരിക്കും. ഒറ്റ പ്ലേറ്റ് ഉള്ളു. ഹാൻഡ് കഫ് പ്ലേറ്റ് ഉണ്ട്. പുട്ടാടാ, ഇന്നടാ പുട്ട്. മക്കളെ എത്ര ചേർറാ അളിയ. ഓ, അളിയന്റെ വലത്തെ കൈയായിരുന്നു. ഞാൻ ആ കാര്യം വിട്ടു. മക്കളെ ഏതാ? കടലക്കറി വേണോ? കടലക്കറി. മക്കള് കൈയിടാം. എന്റെ പൊന്നുമോള് കൈയിടാം. എനിക്ക് പുട്ട് മതി. പുട്ട് വെറൈറ്റി ആയിരിക്കും. പുട്ട് മുട്ടയും പിടിച്ചാലോ? പുട്ട് മുട്ടയാണ്. അയ്യോ, അളെ പുട്ട് എടുത്തില്ല. എവിടെ ഓർഡർ? നമ്മൾ ഇത്രയൊക്കെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് ചേട്ടല്ലേ ഒന്നും അല്ലെങ്കിലും. കടലക്കറി കടലക്കറി വേണോ മുട്ടക്കറി വേണോ? എനിക്ക് കടലക്കറി മതി. കടലക്കറി നീ ഒഴിച്ച കൈ കൈയില്ലേ? അത് കുഴപ്പമില്ല. അത് വെച്ചല്ലേ ഒഴിക്കണടാ. ഓറാക്കലടാ ഒഴിച്ച. ശരി, മതിയാ? മതി. ചായ എടുക്കടാ. എറോ എന്തായാലും ഇത്ര വരെ വന്നല്ലേ, എടുത്തിട്ട് പോ. എനിക്ക് എടുത്തു പോയി.
ആ എന്താ? ദാ, ദാ, ദാ. ഇത് എന്റെ ചായ. ഞാനല്ലേ ഇപ്പൊ കുടിച്ചേ. നീ കുടിച്ചു, എനിക്ക് വേണ്ട. അടുത്തെടുക്ക്. ആ. ഇതെങ്കിലും ഞാൻ കുടിക്കും. അത്രേ ഉള്ളൂ. പാറോടാ എന്നാടാ ദാ, ദാ. എടാ, എനിക്ക് ചായ വേണോടാ. കുടിക്കടാ. നല്ല ടേസ്റ്റ് ഇല്ലടാ, മധുരം കുറച്ച് കൂടുതലല്ലേ. അടുത്തെങ്കിലും കുടിക്കാൻ വിടുവോ? പിന്നെ ഞാൻ കുടിക്കും. ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് രണ്ടു അതിന് കൈതാന്ന് ഞാൻ എടുക്കട്ടെ ഒന്ന് വരണം എടുക്കാനും. നമ്മൾ ചേട്ടൻ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് മാറിക്കണം പൊയ്ക്കത്. എടാ ഞാൻ കുടിച്ചോട്ടെ പ്ലീസ്. എടാ മേത്താവും, എനിക്ക് പുറത്തൊക്കെ പോകാനുള്ളതാ. കടയിൽ പോണം, ചെരുപ്പ് വാങ്ങിക്കണം, കൊച്ചിനെ പാർക്കിൽ കൊണ്ടുപോകണം. പാർക്കിൽ പോകണ്ട. ആ ഉണ്ട്. ഈ വിലങ്ങുണ്ടാവും, ഇതഴിക്കില്ല, കഴിച്ചോ. നമുക്ക് കളിക്കണം. This is 24 hours silence. ഈ വിലങ്ങ് എല്ലാം എപ്പോഴും ഉണ്ടാവും കൂടെ. ഓക്കെ, മധുരമുണ്ടോ? കേട്ടുണ്ടോ? ഫുഡ് കഴിക്കുന്നുണ്ടോ? അതെ, കുറച്ചൊന്ന് കൈയൊന്ന്. ഫുഡ് കഴിക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഫീൽ ഇല്ല. എങ്ങനെ കൈയാണോ കഴിക്ക്. അങ്ങനെ നീ മാത്രം സൂഹിക്കണ്ടി. ആ ശരി തന്നു. ഹോള് കഴിച്ച് കണ്ടാ. അതുപോലെ കുറച്ച് ഒരു അയവ്. താങ്ക് യു. മുട്ടയിട് മക്കളുടെ കഴിച്ചോട്ടെ. ചേട്ടന് മുട്ട വേണോ? തൊണ്ടേ കുരുങ്ങി ചാവൂടാ. ചേട്ടാ എനിക്ക് നിന്നെ പോയി വലിക്കാൻ പറ്റുന്നില്ല. അവന് നമ്മളിങ്ങനെ വഴുത്തൊക്കെ എടുത്തൊക്കെ സമാധാനം. ഇനി കഴിച്ചു. കൈയൊക്കെ മര്യാദക്ക് വർക്കുണ്ട്. എന്താടാ മുട്ട എടുക്കാം. മുട്ട എടുക്കാൻ പോയപ്പോ താഴ്ന്നു. നീ മുട്ട എടാ, അത് എനിക്ക് വേണം പ്ലീസ്. എടാ അത് വയറുവേന എടുക്കും. അത് ഞാൻ താത്തിടാ. കഷ്ടമല്ലേ ഇതിപ്പോ. പരിപാടി കൊണ്ട് വന്നേ കൈ കഴുകാനാ? അത് വിഷയമുള്ള കേസല്ലേ. അതും ഞാൻ കൂടെ വരാൻ കൈ കഴുകാൻ. നമുക്ക് പുറത്തു കൊണ്ടല്ലേ പോണ്ടേ? കഴിച്ചു കഴിഞ്ഞാ ഞാൻ കഴിയും. വേണം, അതിനും വേണം. ഫുഡ് വേണോ? അതെയാ കൈ കഴുകാൻ. ധൃതി കൂട്ടല്ലേ. എടാ പോലെ പോലെ എടാ ഫസ്റ്റ് ഞാനെടാ, സെക്കൻഡ് ഞാനല്ലേ. അല്ല സെക്കൻഡ് അങ്ങനെ മാറിക്ക്. എനിക്ക് കൂടി കഴിക്കണം. കയ്യും കഴിവില്ല, വായും കുടിക്കുക. സാധനം എത്ര നേരമുണ്ട് മനുഷ്യൻ കഴിയണം. ചൂടൊക്കെ എന്താ സിമ്പിൾ ഉണ്ട്. ബാക്കിൽ ഇങ്ങനെ കൈ വെക്കുക, ഇങ്ങനെ നമ്മൾ ഇടുക. ഇങ്ങനെ എന്തോ ആയിക്കൊള്ളാം. നല്ല ഷൂ. ഒരെണ്ണമൊക്കെ പറ്റുള്ളൂ കേട്ടോ. ശരി പോ. എനിക്ക് ആരെ കാണണം. ആനെ കാണാൻ ഇഷ്ടപ്പെട്ടാടി ആരാ മക്കളെ? ഇനുവലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനോട് പറഞ്ഞിട്ട് ഓടണം കേട്ടാ. തുറന്ന് പറഞ്ഞിട്ട് പോണം. മാത്രമല്ല ഇതേപോലെ മയിൽക്കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓടരുത്. ആ കുറ്റി അവിടെ ആരുടെ കൊണ്ടുവച്ചത്? ഇന്നലെ വൈകിട്ടില്ലായിരുന്നല്ലോ. സാനിയ ഇപ്പഴാ ശ്രദ്ധിക്കുന്നത്. കേറി നമുക്ക് കുറച്ച് ഞാൻ ഫ്രണ്ടിൽ കൂടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ നമുക്ക് പോണ്ടേ. മുട്ടായിണ്ട്, നമുക്ക് എല്ലാവർക്കും വയറു നിറയെ എന്തൊക്കെയോ മേടിച്ചു തരും. കളിച്ചു അത് ആനല്ലത്. അത് ഇനി ഡിസ്കവർ ചെയ്യാൻ പോണ ഒരു പുതിയ ടൈപ്പ് ജീവിയുടെ ശബ്ദവും. പലതിനകത്ത് കാണുമല്ലോ. പലതിനകത്തുള്ളതാണ്.
നമുക്കെന്നാ പോവാ? വേണ്ട പോണം വാ പിടിയല്ലേ എന്റെ അനുവാദം കൂടെ ചോദിക്കണം അങ്ങോട്ട് എടുക്കണം ഒരു തവണയൊക്കെ പറ്റും നാട്ടുകാരെ ആരും തെറ്റിയിരിക്കരുത് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതല്ല അന്തസ്സായിട്ട് എന്തൊരു ആവശ്യത്തെ വൃത്തിയിട്ട ചാലത്തെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് ആ സാധനം മേടിക്കല്ലോ വന്നേ നീ മര്യാദക്ക് ഫ്രണ്ടിലോട്ട് പോടാ. ചേച്ചി എനിക്ക് പറയാനുള്ള നിക്ക് എന്നാ വേണ്ടേ? ഞാൻ പറഞ്ഞത് എടുത്തു തരാം. ഇതിന്റെ കീഴിലാണ് വർക്ക് ചെയ്യണത്. അളേ കാടമുട്ട വേണം കാടമുട്ടെ തലയിട്ട് അടിക്കാൻ വേണ്ട. തല എനിക്ക് വേണ്ട. പാറു ചോക്ലേറ്റ് ഇത്ര മതിയാ? എന്നാ ഇനിയും വേണമെങ്കിൽ താ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ബാസ്കറ്റ് എടുക്കാം. അവൾക്ക് പിടിക്കാൻ പറ്റില്ലടാ. എനിക്കില്ലല്ലേ ഒരു കോർഡിനേഷൻ നടത്തത്തിൽ കോർഡിനേഷൻ ഓക്കെ കയ്യല്ലേ നിനക്കേ ഉള്ളൂ. മക്കളെ പിടിച്ചാൽ മതി. ചേട്ടൻ 2-3 സാധനമേ ഉള്ളൂ, അതുകൊണ്ട് ചേട്ടൻ അതിന്റെ ആവശ്യമില്ല. വീട്ടിലോട്ട് അമ്മ പറഞ്ഞ അരി തീർന്നെന്ന് പറഞ്ഞ പിടി അരി എന്തിന്? അരി വീട്ടിലോട്ട് സാധനം വേണ്ടാളെന്ന് പറയോ 2-3 സാധനം. പിന്നെ മോപ്പ് വേണോന്ന് പറഞ്ഞു. ഇതിനാണെങ്കിൽ മറ്റു സാധനം ഇതിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ വയ്ക്കലാണ് അല്ല പിന്നെ ചുമ്മാ അടിച്ചു വിടുക. അളിയ ബുക്ക് എനിക്ക് ബുക്ക് വേണം. എവണ്ട കാര്യം എനിക്ക് നാളെ IS പഠിക്കാൻ പോകും. പഠിക്കാൻ പോകുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ബുക്ക് എനിക്ക് വേണം. മാറങ്ങോട്ട് മാർക്കറേ മാർക്ക് 2-3 ആവശ്യമില്ല. ഒരു സുഖമില്ല. കളർ ഒന്നേ ഉള്ള ചേച്ചി ഇവിടെ വേറെ കളർ ഉണ്ടോ? മാർക്കറാ അതുകൊണ്ട് നീലേക്ക് ഇരിക്കും. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ പച്ചയോടുണ്ട്. സാധനം മേടിക്കാൻ സോറി ചേച്ചി പാവം കേട്ടോ. തലക്ക് ചെറുതായിട്ട് ഓരോന്ന് വെച്ചു കൊടുക്കാം. അവരുടെ പിന്നെ അപ്പില്ലേ ചേച്ചി ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കരുത്. നീയെങ്കിലും ഒന്ന് വിടരുത് കൈ. ചേച്ചിക്ക് നിർത്തി ബില്ലടിക്കാൻ പറ്റുമോ? നിന്റെ ഒക്കെ പർച്ചേസ് കഴിഞ്ഞ പർച്ചേസ് കഴിഞ്ഞു. പക്ഷെ ഈ മരം എങ്ങനെ ഒറ്റ റേറ്റ് ആണോ? ഒറ്റ വില 150 രൂപ. അല്ല പിന്നെ ഇത് എടുത്ത് മാറ്റണം. ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് പ്രത്യേകം പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കണ്ടേ? മറ്റേ സ്കാൻ എടുത്ത് ഫുള്ള് സ്കാൻ ചെയ്തു. അങ്ങനെ ഏറ്റവും ഇങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ പേന കളാന്ന് വേണ്ട പർച്ചേസ് കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഫുള്ളോള് മേടിച്ച് ഇവിടെ ഇടയിൽ കൂടി മോഷണം. ഇത് കട മൊത്തം മേടിച്ചു ഇവള്. ലോഡിന്റെ ഒരു വണ്ടി അങ്ങോട്ട് പറഞ്ഞേക്കോ? ബില്ലടിക്കും. ബില്ലടിക്കണേ. കുഞ്ഞു പിള്ളേര് ബില്ലടി ചേച്ചി എടുത്തോ. എത്ര അടിച്ചു ചെറിയ മാർക്കൊന്നും വേണ്ട. ഈ ഏട്ടാളെ എഴുതാന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയിട്ട് വലിയ കാര്യം. എനിക്കറിയാം നീ മാർക്കർ ഒന്ന് എടുത്താണോ? ഒരു തലയിലുള്ള എല്ലാം എടുത്തോ? ഇല്ല കട്ടോണ്ട് പോയെന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് നീ എല്ലാം എടുത്ത് വെച്ചത്? ഞാൻ തന്നെ വെച്ചത്. മാർക്ക് ഇനി ഉണ്ടെങ്കിൽ പറയണം. വെട്ടിയെടുക്കാം. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചോ ചേച്ചി. മാരകായത് മാറ്റി വെച്ചാണ് മതിയാ? അയ്യോ ആ മനസ്സിലില്ലേ? അല്ലെ എനിക്ക് 2 കിൻഡർ ജോയ് വേണം, അല്ലെങ്കിൽ എവിടെ തരില്ല. ഈ മുട്ടായി ഞാൻ കുറെ നാളായി കഴിച്ചിട്ടുണ്ട്. ഏത് അറിയത്? ഏത് മുട്ടായിരുന്നു? എനിക്ക് വേണ്ടി ഈ കടയിൽ കയറിയത് കേട്ടോ. ക്യാഷ് ഇടാ. ഞാൻ കഴിയുള്ളൂ.
ഇങ്ങനെ കൈവച്ച് എങ്ങനെ പൊളിക്കാനാ നിനക്ക്? വേണ മക്കളെ വേണ്ട ചേട്ടാ പാറു എനിക്ക് കുടിക്കാനും കൂടി എന്തെങ്കിലും വേണം. തേങ്ങാവെള്ളം മതിയോ? തേങ്ങാ വെള്ളോ? ഇല്ല അത് പോരാ. എടാ എനിക്കിത് വേണം ഇവിടെ. അതിന് ഇത് എനിക്ക് വേണ്ടിട്ട് ഇതിപ്പോ എന്റെ കൈ ഇറക്കിയത് അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് സവനപ്പ് മതി. സ്വന്തം കൈ കൊണ്ട് എടുക്കുന്ന സാധനപ്പ് അല്ല മറ്റാളോട് പറഞ്ഞല്ലേ എടുക്കണ്ടത്. ഈ ചെറുതല്ല എടാ എടാ പ്ലീസറാ പ്ലീസറാ എടാ കേസ് ഇത് വേണ്ട എടാ അല്ലല്ല ഇത് തണുപ്പ് പോരടാ. എനിക്ക് മിറണ്ട മതി. ഇതിന് തണുപ്പ് ഇതിന്റെ തണുപ്പുള്ളൂ കാഴ്ച. അപ്പൊ ഇത് മതി. ബില്ലടിച്ചായിരുന്നു. ഇവര് ഈ കടയിൽ വെച്ച് തന്നെ ആർത്തി കാണിക്കുന്നല്ലോ രണ്ടുപേരും കുടിക്കാൻ പറ്റൂലല്ലോ. ഇതിന്റെ ഇടയിൽ കൂടി നീ എപ്പോഴും എടുത്തത്? ഈ കുരുട്ട് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. 940 നീ എന്തൊക്കെ എന്തോടെ എടുത്തത്? ഓക്കെ ജിപേ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. മറ്റേ ചെരുപ്പ് മേടിക്കണം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് ചോക്ലേറ്റ് മേടിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് അപ്പൊ അടുത്ത പഴം വേണ്ട. ഫസ്റ്റ് ഷൂ ഇത് മാറ്റുമെന്ന് വിചാരിച്ച ഒരു കോലും ഇല്ലടാ. ട്രൗസറിന് മാച്ച് ഇല്ല. എന്തരളിയാ കൊച്ചിന്റെ ആഗ്രഹമല്ലേ നമ്മൾ ആദ്യം പാർക്കിൽ വരണ്ടേ? അതല്ലേ നമ്മുടെ കൊച്ചുങ്ങളുടെ ആഗ്രഹമല്ലേ നമുക്ക് വലുത്. ഒരു കാര്യം ചെയ്യും. നീ അപ്പുറത്ത് ഞാനിവിടെ നിന്ന് ചാടും. അല്ല ഞാൻ എടാ നിർത്താ. എടാ എനിക്ക് ഊഞ്ഞാലില്ല. ഇത് ഫെയർ അല്ല കേട്ടോ. ഇതിന്റെ ഫെയർ മതി മതി. ഈ സ്റ്റെപ്പിലെങ്ങനെ കയറും? ഇന്നൊരു ബലങ്ങ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് സ്ലൈഡ് ചെയ്തിട്ടില്ല. അതെ പിന്നെ സ്റ്റീലിന്റെ സാധനമല്ലേ? പാറുവിടെ എന്റെ ഐഡിയ. അവക്ക് കൈ ഇപ്രാവശ്യം മര്യാദക്ക് പോണോടെ. ഡീസന്റ് ആയിട്ട് തന്നെ പോത്തുന്നുണ്ട്. പക്ക പക്ക നോയിക്ക് വന്നു ഇവിടെ. മര്യാദക്ക് പോണേ. മര്യാദക്ക് മര്യാദക്ക് ഇനി ഞാൻ സ്ലൈഡില്ല. എന്റെ കൈ പിണങ്ങണ്ട. മാറോ മാറോ. ഇനിയില്ല സ്ലൈഡ്. ഇനിയും പോണെന്നാ? ഇപ്പൊ കുറച്ച് ഡ്രസ് മതി. ഇങ്ങോട്ട് വന്നേ. ലെഫ്റ്റിലോട്ട്. നിനക്ക് ഒച്ചക്ക് പോയി എടുക്കാൻ പാടില്ലേ? അതെവിടെ കവറോടെ? നീ പോയി എടുത്തിട്ടാണോ? ചേട്ടനാ കുറച്ച് തരണേ. സ്നേഹമില്ലാത്ത പാറു.
തെലുങ്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പരിപാടി ഫണ്ണല്ലേ ബാക്കിൽ ഇവിടെ ഇല്ല അവിടെ ഉള്ളൂ. ഇപ്പോഴും കേറുമ്പോ വൃത്തിയുള്ള കേരള എന്നാ പിന്നെ അങ്ങോട്ട് കേറിപ്പോ കഷ്ടം തന്നെ മനപ്പൂർവ്വം ഒരു സാധനം ഒരു കാര്യമാണ് ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്. അവിടെ ഉണ്ടോ പിടിക്ക്. അതായത് ഇങ്ങനെ എന്തോ ഇടയ്ക്ക് എന്നോട് ഞാൻ വെള്ളം ചോദിച്ചപ്പോ കാലിട്ട് ചവിട്ടിയേ. എപ്പാ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ താൻ കാലിട്ട് ചവിട്ടിയില്ലേ? ഇല്ല മനഃപൂർവ്വം ചെയ്യോ? ഇല്ല ഇല്ല പണി നിർത്തണം, നമുക്ക് അവിടെ പോയി ഇരിക്കണം. ശരി വാ. എടാ ഇവിടെ അങ്ങ് കേറ്റടാ, നീ എന്തിന്റെ ഇടയിൽ കൂടി വന്ന് നീ തിരിച്ചിറങ്ങിയേ? ഇങ്ങനെ ഇറങ്ങും. എന്ത് കഷ്ടമൊന്നായിരിക്കണേ. ഇതിന് നെട്ടും പോട്ട് ഊരി കിടക്കണം തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, നിന്റെ അത്ര എന്തായാലും നെട്ടും പോട്ട് ഊരി കിടപ്പുണ്ടാവും. എനിക്ക് നെട്ടും പോട്ട് ഉണ്ടായില്ലല്ലോ. ഇല്ല കൊള്ളാം എനിക്ക് ചൊറിയണ്ടേ പിന്നെ? ഞാൻ ചൊറിയുമ്പോ മാത്രം നീ ചൊറിയുള്ളോ? ആ ചൊറിയുള്ളൂ. ആണോ? ഉറപ്പാണോ? എന്നാ പിന്നെ ചൊറിഞ്ഞിട്ട് തോറ്റ് ഈ വില കിടന്ന് ഇത്ര കഷ്ടപ്പാടത്. തനിക്ക് നേരത്തെ അനുഭവം കൊണ്ട് കുഴപ്പമില്ല, എനിക്കിങ്ങനെ. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇനി നമുക്ക് അടുത്ത് കാലില് വില കിടാനാണോ? എടാ ചെരുപ്പ് വാങ്ങാൻ പോണോടാ. ചെരുപ്പ് വാങ്ങാൻ ആർക്ക്? എനിക്കാ? എനിക്ക് എടാ ഇതിന്റെ ഇപ്പൊ നോക്കി നമുക്ക് ട്രൗസറും ഈ ഷൂവും ഞാൻ എടുക്കാൻ പറഞ്ഞു ഇല്ലേ മൊത്തം വൃത്തിയാണ്. ഇനിയിപ്പൊ ചെരുപ്പിന്റെ കാര്യം കൂടെ ഉള്ളായിരുന്നു. ശരി മാതാ മക്കളെ ഇതൊക്കെ വേറെ വലിയ ഇത് ശരിയാവില്ല കേട്ടാ. കാശ് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഞാൻ പാർക്കിൽ കൊണ്ടുപോയി മിഠായി മേടിച്ച് ഷോപ്പിംഗ് കൊണ്ടുപോയി, എനിക്ക് ചെരുപ്പ് അടിക്കാൻ പറഞ്ഞു. ഈ നിങ്ങൾ സമ്മതിച്ചില്ല ഇത്ര നേരം വെച്ച്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒപ്പം ഒരു മാച്ചില്ല. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞു? ഞാൻ ഓർപ്പിച്ചല്ലോ ചെരുപ്പ് അടിക്കണ. ഇവിടെ എത്തിയപ്പോ ഇനി എനിക്ക് വയ്യ. ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോന്നു. എനിക്കും വയ്യോ. എന്തോ വയ്യ? വയ്യ, കഴിക്കാൻ വയ്യ. എത്ര താൻ വേണമെങ്കിൽ ഇത് ഊരി കഴിഞ്ഞിട്ട് എവിടെന്ന് വെച്ച് തമ്മിൽ മേടിയില്ല. ഏത് വഴിയാടാ? ഇതാണ് വഴി. ഇതിന്റെ പാറ നീ എവിടെ നോക്കിയാടാ നടക്കണേ? ഇതല്ലടാ വഴി. പാറ പാറ ഇങ്ങോട്ട് കയറി വേടാ ഇങ്ങോട്ട്. എടാ